اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب. أيها الناس أوصيكم إياي أولا بتقوى الله. പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ യഥാവിധി മനസ്സിലാക്കി അവന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. നാം എല്ലാവരും സ്നേഹിക്കുന്നവരാണ്, സ്നേഹം കാക്ഷിക്കുന്നവരാണ്, സ്നേഹം പ്രകടിപ്പിക്കുന്നവരാണ്. നാം ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ആരെ എന്നൊരു ചോദ്യം ഉയർന്നു വന്നാൽ നാം എല്ലാവരും പഠിച്ചു വെച്ച കാര്യം തത്ത പറയുന്നത് പോലെ ഒരേ സ്വരത്തിൽ പറയും, അത് നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിനെയാണ് എന്നുള്ളത്. എങ്കിൽ ആ സൃഷ്ടാവ് അർഹിക്കുന്ന രൂപത്തിലുള്ള ഒരു സ്നേഹം ആ സൃഷ്ടാവിന് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, സാധിക്കാറുണ്ടോ? ഞാൻ ആമുഖത്തിൽ ഓതി വെച്ചിട്ടുള്ള സൂറത്തുൽ ബഖറയിലെ 165 ആയത്, വമിനന്നാസ്, ജനങ്ങളിലെ ചിലരുണ്ട്, മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദ, അവരെന്ത് ചെയ്യുന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയോ? ഈ ലോകത്തിലെ ഏറ്റവും ഗൗരവമേറിയ വൻ പാപം, അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കും. മിൻ ദൂനില്ലാഹി അൻദാദ, എങ്ങനെയാണ് അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്? യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അവര് അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിന് തുല്യമായി മറ്റ് പല ആരാധ്യ വസ്തുക്കളെയും സ്നേഹിക്കുന്നു. ഇത് നമ്മൾ ശരിക്കും തിരിച്ചു വായിക്കുന്ന സമയത്ത് ഹൃദയത്തിൽ തറയ്ക്കുന്ന ഒരു വചനം കൂടിയാ. നാം പലരെയും ഈ ലോകത്ത് സ്നേഹിക്കുന്ന ആ ഒരു സാഹചര്യത്തില് എന്റെ സൃഷ്ടാവിനെ ഞാൻ സ്നേഹിക്കുന്നതിനോട് തുല്യമായി താരതമ്യം ചെയ്യാൻ ഉതകുന്നതായിട്ടുള്ള മറ്റു വല്ല സ്നേഹവും എനിക്കുണ്ടോ? അതാ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതായിട്ടാണ് അള്ളാഹു അവിടെ പരിചയം. ഏറ്റവും ഗൗരവമേറിയിട്ടുള്ള ഒരു താക്കീതാണ് അവിടെ നമുക്ക് വന്നത് എൻ്റെ കൂടെ. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം യഥാർത്ഥ വിശ്വാസികൾക്ക് അള്ളാഹുവിനോട് ഉണ്ടാവുന്ന സ്നേഹത്തെ കുറിച്ചിട്ട് അള്ളാഹു പറയാം, വല്ലദീന ആമനു, വിശ്വാസികൾക്ക് അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈ ഹുബ്ബ് എന്ന് പറഞ്ഞ പദം തന്നെ വെറും സ്നേഹത്തിൽ ഒതുങ്ങുന്നതല്ല, അതിയായ സ്നേഹം, പ്രേമം, പ്രണയം എന്നൊക്കെ പറയുന്നതിനോടാണ് അത് കുറച്ചുകൂടി ചേർത്ത് വെക്കുക. അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അതിന്റെ അങ്ങേ തലത്തെ സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ഉപയോഗമാണ് അള്ളാഹു അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മലയാളത്തിൽ അതിന് വാക്കുകൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാൽ ഒരു പക്ഷേ അഗാധമായ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ അല്പമെങ്കിലും അതിനോട് അടുത്തോട്ടെത്താൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്രയും അതിയായി ഓരോ നിമിഷവും ആ റബ്ബിനെ കണ്ടുമുട്ടാൻ വേണ്ടി അതിയായി കൊതിക്കുന്നവരായിരിക്കും ഓരോ വിശ്വാസികളും. സ്വർഗാവകാശികള് നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് എത്തിക്കഴിയുമ്പോ അവർക്ക് സ്വർഗത്തിന്റെ ഒരു ടൂർ ആദ്യം കൊടുക്കുന്ന, അത് മുഴുവൻ ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് ഓരോ വിശ്വാസികൾ പറയും, ഇത്രയും കാലം വർഷങ്ങളോളം ഞാൻ നടന്ന് സഞ്ചരിച്ച് കണ്ടാസ്വദിച്ച ഈ കാടുകളും മലകളും പുഴകളും അരുവികളും സമുദ്രങ്ങളും സൂര്യനും ചന്ദ്രനും നക്ഷത്രാദികളും എല്ലാം ഒന്നുമല്ലായിരുന്നല്ലോ ഇതിന്റെ മുന്നിൽ എന്നാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് മറ നീക്കിക്കൊണ്ട് പൂർണ്ണചന്ദ്രനെ പോലെ തങ്ങളുടെ സൃഷ്ടാവ് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക. ആ ഒരു നിമിഷം സാക്ഷ്യം വഹിച്ചു കഴിയുമ്പോ അവർ പറയുന്ന, ഈ ഇപ്പൊ തൊട്ടു മുൻപ് ഞാൻ നടന്നു കണ്ട ആ ഒരു സ്വർഗം പോലും ഒന്നുമല്ലായിരുന്നല്ലോ എന്റെ റബ്ബിന്റെ വജഹിന്റെ മുന്നിൽ. ഒരുപക്ഷെ ഇപ്പോഴുള്ള ഈ ഒരു ഹൃദയം കൊണ്ടാണ് നാളെ ആ ഒരു നിമിഷം സാക്ഷ്യം വഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അനുഭൂതിയാൽ പൊട്ടിത്തെറിക്കുമാർ
അതിമഹത്തായ ആ ഒരു നിമിഷം ഓരോ വിശ്വാസിയും ആ ഒരു നിമിഷം മുന്നിൽ കണ്ട് അത് കൊതിച്ചുകൊണ്ടായിരിക്കും ഓരോ ഈ ലോകത്തുള്ള നിമിഷങ്ങളും മുന്നോട്ട് പോകുന്നത്. അത്രയും റബ്ബിനോടുള്ള അടുത്ത് റബ്ബിനെ കാണാനുള്ള ആദ്യമായിട്ടുള്ള ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ അത് പ്രകടിപ്പിക്കാനുള്ളതാ അല്ലെ? അള്ളാഹുവിനോടുള്ള സ്നേഹം ഏത് രൂപത്തിലാണ് പ്രകടിപ്പിക്കുക? പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അത് കേവലം കർമാനുഷ്ഠാനങ്ങളിലൂടെ മാത്രമാണ് തങ്ങളുടെ റബ്ബിനോടുള്ള ഒരു പ്രണയം പ്രകടിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ്. തീർച്ചയായും കർമാനുഷ്ഠാനങ്ങൾ റബ്ബിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ ഒരു ഉപാധി തന്നെയാണ്, അതിലൊരു സംശയമില്ല. പക്ഷെ അവിടെയല്ല അവനോടുള്ള സ്നേഹപ്രകടനത്തിന്റെ ആരംഭവും, അവിടെയല്ല അത് ചെന്ന് അവസാനിക്കുന്നതും എന്ന് നാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. റബ്ബിനോടുള്ള സ്നേഹത്തിന്റെ പ്രകടനം തുടങ്ങുന്നത് അവനെ കൃത്യമായി ഒരു അണുമണിത്തൂക്കം വ്യത്യാസമില്ലാതെ, ഒരു കളങ്കവുമില്ലാതെ അവനെ മനസ്സിലാക്കുന്നതിലൂടെയും അവനെ മാത്രം അർഹിക്കുന്നത് മറ്റൊന്നിനും ഒരാൾക്കും വകവെച്ചു കൊടുക്കാതിരിക്കുന്നതിലുമാണ് ആ സ്നേഹപ്രകടനം തുടങ്ങുന്നത്. അത് ചെന്ന് അവസാനിക്കുന്നതോ ഈ ലോകത്തുള്ള ഓരോ ഇടപെടലുകളും അവന് വേണ്ടി, അവനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി മാറുമ്പോഴാണ്. മൻ അഹബ്ബലില്ലാഹ്, ആര് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നുവോ, വഅറദലില്ലാഹ്, ആര് അള്ളാഹുവിന് വേണ്ടി വെറുക്കുന്നുവോ, വഅഅതാലില്ലാഹ്, ആര് അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്നുവോ, വമനഅലില്ലാഹ്, ആര് അള്ളാഹുവിന് വേണ്ടി തടയിടുന്നുവോ, അവർക്കാണ് ഈമാൻ പൂർത്തീകരിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് വിവിധ ദറജകളിലായിട്ട്, ഇങ്ങനെ തട്ടുകളിലായിട്ട്, ഏറ്റവും താഴെ തട്ട് മുകളിലെ തട്ടുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ നമ്മുടെ എല്ലാവർക്കും ഉള്ളിലുള്ള സ്നേഹബന്ധങ്ങൾ, ഇതിലേതൊക്കെ ഓരോരുത്തരോടുള്ള സ്നേഹബന്ധങ്ങൾ ഏതൊക്കെ തട്ടിലാണ് വരിക, ഒന്നൊന്ന് മനസ്സിലൊന്ന് ചേർത്ത് വെച്ചൊന്ന് നോക്കണം. ഏറ്റവും താഴെ തട്ടിലുള്ളത് തിരിച്ചെന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്നേഹം. അതെന്തെങ്കിലും സമ്പത്തോ അധികാരമോ എന്ത് തന്നെയോ ആണ്. അതാണ് ഏറ്റവും താഴെത്തട്ടിലുള്ള സ്നേഹം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള സ്നേഹമാണ് അതിന്റെ തൊട്ട മുകളിൽ വരുന്ന ഒരു തരം. അത് ആ സ്നേഹിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ചുറ്റുമുള്ള മറ്റാരെങ്കിലും ആയിക്കൊള്ളാം. മൂന്നാമത്തത് എന്ന് പറയുന്നത് ആരെയും ബോധിപ്പിക്കാനും തിരിച്ച് മറ്റൊന്നും കിട്ടാനല്ല, തിരിച്ച് സ്നേഹം മാത്രം ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു സ്നേഹമാണ് മൂന്നാമത്തെ ദറജയിൽ വരുന്ന ഒരു സ്നേഹം. അതിന്റെ ഉയരത്തിലുള്ള നാലാമത്തെ ദറജയിൽ വരുന്ന സ്നേഹം എന്ന് പറഞ്ഞാല് തിരിച്ചിതൊന്നും ആഗ്രഹിച്ചിട്ടില്ല, തിരിച്ച് സ്നേഹം പോലും ആഗ്രഹിച്ചല്ല, സ്വന്തം സംതൃപ്തിക്ക് വേണ്ടി മാത്രം മറ്റൊരാളെ സ്നേഹിക്കുന്ന സ്നേഹമാണ് നാലാമത്തെ ദർജയിൽ വരുന്നത്. പ്രിയമുള്ളവരെ, ഇതിന്റെ ഒക്കെ മുകളില് അഞ്ചാമത്തെ തലത്തിലുള്ള ഒരു സ്നേഹം കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്നറിയോ? അള്ളാഹുവിനോടുള്ള സ്നേഹത്താൽ ഉടലെടുക്കുന്ന ഒരു സ്നേഹം. അവനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി മാത്രം മറ്റൊന്നും ആഗ്രഹിക്കാതെ സ്നേഹിക്കുന്ന ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു സ്നേഹം. ആദ്യം പറഞ്ഞ ഈ 4 ദർജകളിലുള്ള സ്നേഹവും ഒന്നും ശാശ്വതമല്ല കേട്ടോ. തിരിച്ചുദ്ദേശിച്ചത് കിട്ടാതെയാവുമ്പോൾ, തിരിച്ചാരെയും ബോധിപ്പിക്കാനില്ലാതെയാവുമ്പോൾ, തിരിച്ച് സ്നേഹം കിട്ടാതെയാവുമ്പോൾ, സ്വയം സംതൃപ്തി കിട്ടാതെ വരുന്ന ചില നിമിഷങ്ങളുണ്ട്. അങ്ങനെ ആവുമ്പോഴൊക്കെ ആ സ്നേഹം അവിടെ നിന്നുപോകും. മറിച്ച് ഈ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള തന്റെ രക്ഷിതാവിനോടുള്ള സ്നേഹത്താൽ ഉടലെടുക്കുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, തിരിച്ച് പ്രതീക്ഷിക്കുന്നതൊന്നുമല്ല കിട്ടുന്നത്. വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ മാത്രവും അനുസരണക്കേടും മാത്രമാണ് തിരിച്ചുണ്ടാവുന്നത്. ഒരു കുഴപ്പമില്ല കേട്ടോ, ഒരു കുഴപ്പമില്ല. തന്റെ റബ്ബ് നിഷ്കർഷിച്ച പ്രകാരം തന്റെ ഓരോ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഓരോ മനുഷ്യരെയും എന്നല്ല, ഓരോ ജീവികളെയും എല്ലാ സൃഷ്ടികളെയും അതിനനുസൃതമായി റബ്ബ് നിഷ്കർഷിച്ച പ്രകാരം ആ സ്നേഹം ഇങ്ങനെ പകുത്ത് കൊടുത്തുകൊണ്ടേയിരിക്കും. അതിനൊരു അറ്റമുണ്ടാവില്ല എന്നുള്ളതാണ്. ബദറിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഏറ്റവും അടുത്ത ഹൃദയബന്ധം തമ്മിൽ പുലർത്തിയ ആളുകൾ തമ്മിൽ നേർക്ക് നേർ ഏറ്റുമുട്ടിയ ഒരു യുദ്ധം കൂടിയായിരുന്നു ബദർ. മഹാനായ അബു ഉബൈദ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ധീരനായിക്കൊണ്ട് ബദറിൽ ഇങ്ങനെ പടവെട്ടി മുന്നേറിക്കൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹം ഏറ്റവും അടുത്ത ഹൃദയബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹത്തിന്റെ പിതാവ്, ഒരു വാപ്പയും മകനും
എത്രത്തോളം സ്നേഹബന്ധത്തിലാവാൻ പറ്റുമോ അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായിരുന്നു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പിതാവ്. ഇങ്ങനെ പടവെട്ടി ഇങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പിതാവ് വന്നിട്ട് നേരെ മുന്നിൽ വന്ന് നിൽക്കുക. അബൂ റളിയല്ലാഹു അൻഹു ഒരു വശത്തോട്ട് തിരിഞ്ഞു, വീണ്ടും പടവെട്ടാൻ തുടങ്ങി. പിതാവ് വിട്ടില്ല, വന്ന ആ വശത്തും അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നിങ്ങനെ ബ്ലോക്ക് ചെയ്യാം. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മൂന്നാമതൊരു വശത്തേക്ക് തിരിഞ്ഞു, വീണ്ടും യുദ്ധം ചെയ്യാൻ തുടങ്ങി. പിതാവ് അദ്ദേഹത്തിനെ വിടാൻ ഒരു ഉദ്ദേശവുമില്ല, വീണ്ടും ആ മൂന്നാമത്തെ വശത്തോട്ടും വന്ന് അദ്ദേഹത്തിന് ആ മുന്നിൽ വന്ന് ഇങ്ങനെ തടുക്കുക. തനിക്ക് അള്ളാഹുവിന്റെയും അവന്റെ പ്രവാചകന്റെയും മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ തന്റെ കരളിന്റെ കഷ്ണമായ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട തന്റെ പൊന്നുപ്പ ഒരു തടസ്സമാണ് എന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു നിമിഷം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലെ വാള് കൊണ്ട് തന്റെ പിതാവിന്റെ കഴുത്ത് അരിഞ്ഞിടുകയാണ്. യുദ്ധം അവസാനിച്ച് എല്ലാവരും പ്രവാചകരുടെ സന്നിധിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി ഇരിക്കുന്ന സമയത്ത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു വന്ന് പ്രവാചകരോട് സലാം പറയാം, മടക്കുന്നില്ല. കേട്ടിട്ടില്ല എന്ന് കരുതി രണ്ടാമതും സലാം പറഞ്ഞു, മടക്കിയില്ല. ഒന്നുകൂടി ഉച്ചത്തിൽ പറഞ്ഞിട്ടും പ്രവാചകര് അദ്ദേഹം ചെയ്തിട്ടുള്ള ആ ഒരു പ്രവൃത്തിയിൽ ഒരു വിന്നിഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട്, ഒരു വെറുപ്പ് അവിടെ അറിയിച്ചുകൊണ്ട് സലാം മടക്കാതെ ഇരിക്കുക. അപ്പോഴാണ് സ്പോട്ടില് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് അവിടെ ആയത്തിറങ്ങാം, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരെ നിങ്ങൾക്കൊരിക്കലും കാണാൻ സാധിക്കുകയില്ല. യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു. അള്ളാഹുവിന്റെയും അവന്റെ പ്രവാചകർക്കും എതിരിൽ നിൽക്കുന്ന, അവർക്കെതിരിൽ പ്രവർത്തിക്കുന്ന ആളുകളോട് ആത്മബന്ധം പുലർത്തുന്നവരെ നിങ്ങൾക്കൊരിക്കലും യഥാർത്ഥ വിശ്വാസികളായി കാണാൻ സാധിക്കില്ല എന്ന് അപ്പോഴേക്കപ്പം ആയത്തോടെ അറിഞ്ഞ. അവലൗകാനു ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറത്തുഹും. അത് നിങ്ങളുടെ മാതാപിതാക്കളാവട്ടെ, മക്കളാവട്ടെ, സഹോദരങ്ങളാവട്ടെ, ബന്ധുമിത്രാദികളാവട്ടെ. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. പിന്നെ അള്ളാഹു അവരെ കുറിച്ചിട്ട് പറയാ, അവരെ ഉള്ളില്, അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു അവന്റെ വിശിഷ്ടമായ ആത്മചൈതന്യം നിക്ഷേപിച്ചിട്ടുണ്ട്. വഅയ്യദഹും ബിറൂഹിൻ മിൻഹു. എന്നിട്ട് അള്ളാഹു അവിടെ നിർത്തുന്നില്ല, അവർക്ക് വേണ്ടി അള്ളാഹു കാത്തു വെച്ചിട്ടുള്ളത് എണ്ണി എണ്ണി ഇങ്ങനെ പറയാ. വയുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. താഴ്ഭാഗത്ത് കൂടി നദികൾ ഒഴുകുന്ന സ്വർഗ പൂന്തോപ്പുകളാണ് അവർക്ക് വേണ്ടി ഞാൻ കാത്തുവെച്ചിട്ടുള്ളത്. ഖാലിദീന ഫീഹ. അവരതിൽ നിത്യവാസികളായിരിക്കും. റളിയല്ലാഹു അൻഹും വറദു അൻ. അവർ അള്ളാഹുവിലും തൃപ്തിപ്പെട്ടു, അള്ളാഹു അവരിലും തൃപ്തിപ്പെട്ടു. ഉലൈക ഹിസ്ബുല്ലാഹ്. അവരാണ് അള്ളാഹുവിന്റെ പാർട്ടിക്കാർ. അള്ളാഹുവിന്റെ പാർട്ടിക്കാരല്ലയോ വിജയിച്ചവർ എന്ന അള്ളാഹുവിന്റെ ഏറ്റവും മനോഹരമായ വാഗ്ദാനങ്ങൾ. പ്രിയമുള്ളവരെ, അള്ളാഹുവിനോടുള്ള സ്നേഹത്താൽ സ്നേഹബന്ധം സ്ഥാപിക്കുകയും അവനോടുള്ള സ്നേഹത്താൽ സ്നേഹബന്ധം മുറിക്കുകയും ചെയ്യുന്നവർ. ഈ അള്ളാഹുവിനോട് അതിയായി സ്നേഹമുള്ള വിശ്വാസികള് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്, അത് തിരിച്ച് അവന്റെ ആ ഒരു സ്നേഹം കിട്ടാൻ ഉള്ള ഒരാഗ്രഹമായിരിക്കും. ആ സ്നേഹം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഫോർമുല, ഏറ്റവും എളുപ്പത്തിൽ അത് കരസ്ഥമാക്കാൻ എന്ത് ചെയ്യണം എന്ന് അള്ളാഹു അവന്റെ പ്രവാചകരിലൂടെ നമ്മോട് പറഞ്ഞു തരാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഖുൽ, റസൂലെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ അതിയായി പ്രണയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫത്തബിഊനി. നിങ്ങൾ എന്നെ പൂർണ്ണമായും, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും എന്നെ പൂർണ്ണമായും പിന്തുടരുക. യുഹ്ബിബുക്കുമുല്ലാഹ്. അങ്ങനെ നിങ്ങൾ ചെയ്താല് ആ അള്ളാഹുവിന്റെ സ്നേഹത്തിന് പാത്രമാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിനെ പൂർണ്ണമായും പിന്തുടരുക? അവന്റെ സ്വഭാവം കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ, അള്ളാഹുവിന്റെ റസൂല് എങ്ങനെയായിരുന്നു, റസൂലിന്റെ പെരുമാറ്റവും സ്വഭാവം എന്നറിഞ്ഞാൽ മാത്രമേ നമുക്കത് പിന്തുടരാൻ സാധിക്കുകയുള്ളൂ. മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഫഇന്ന ഖുലുഖൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനൽ ഖുർആൻ. ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഖുർആനിന്റെ നേർ പകർപ്പ് എന്നാ പറഞ്ഞിട്ടുള്ളത്. എന്നോ ഒരു കാലത്ത് ഇറങ്ങി അവസാനിച്ച ഒരു ഖുർആനല്ല, ഇന്നും നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ തുറന്ന പുസ്തകമായി കിടക്കുന്ന അതേ ഖുർആൻ. നേർ പകർപ്പൊന്നും വേണ്ടട്ടോ പ്രിയമുള്ളവരെ. ആ ഖുർആനുമായി വല്ല സാമ്യവും എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിനുണ്ടോ എന്നുള്ള ഒരു പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ ആ അള്ളാഹുവിന്റെ സ്നേഹത്തിന് പാത്രമാവാനുള്ള വല്ല യോഗ്യതയും നമുക്കുണ്ടോ എന്നുള്ള ഒരു വിചാരണ ഏറ്റവും ഗൗരവത്തോടുകൂടി നാം നടത്തേണ്ട ഒന്നാണ്. സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറ സംഭവമല്ല കേട്ടോ, വല്ലാത്തൊരു സംഭവമാണ്. വല്ലാത്ത പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒന്നാണ് ആ റബ്ബിന് അവന്റെ സൃഷ്ടികളോടുള്ള ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ. ഈ ലോകത്ത് നാം ഏറ്റവും ഉയർന്ന തലത്തിലായിട്ട് ഗണിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരമ്മക്ക് തന്റെ കുഞ്ഞിനോടുള്ള ആ ഒരു സ്നേഹമായിരിക്കും. അത് മറ്റ് സൃഷ്ടികളുടെ ഇടയിലുള്ള സ്നേഹങ്ങൾക്കൊന്നും താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഉയർന്ന തലത്തിലുള്ള ഒരു സ്നേഹം തന്നെയാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്നതിലൂടെ അന്നേ വരെ തനിക്കുണ്ടായിരുന്ന മുൻഗണനകളെല്ലാം മാറിക്കൊണ്ട് തന്റെ ചിരികൾ ആ കുഞ്ഞിന്റെ ഒരു കാര്യങ്ങളിലൂടെ, തന്റെ കരച്ചിലുകൾ, തന്റെ ദേഷ്യങ്ങളെല്ലാം ആ കുഞ്ഞിന് വേണ്ടിയുള്ളതായി മാറുന്ന നിസ്വാർത്ഥമായ അതിമഹത്തായിട്ടുള്ള ഒരു സ്നേഹം. ആ സ്നേഹത്തിന് പോലും താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത തലത്തിലുള്ള ഒരു സ്നേഹം ഒന്ന് ചിന്തിച്ചു നോക്ക്. അതിമഹത്തായ സ്നേഹം. ഒരു മനുഷ്യന് നമ്മുടെ അതിയായ സ്നേഹമുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. നാം അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു തെറ്റ് അവരോട് വീണ്ടും ആവർത്തിച്ച് ചെയ്യുമ്പോഴും അവർക്ക് നമ്മോട് ക്ഷമിക്കാൻ സാധിക്കും. അത്രയും സ്നേഹം ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരാളെ ഒന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കാം. അയാൾക്ക് എത്ര തവണ നമ്മൾ ഒരേ തെറ്റ്, അയാൾക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം അയാളോട് ആവർത്തിച്ച് ചെയ്യുമ്പോഴും എത്ര തവണ അയാൾക്ക് നമ്മോട് പുറത്തു തരാൻ സാധിക്കും, ക്ഷമിക്കാൻ സാധിക്കും? 3 തവണ, 5, പോട്ടെ 10 തവണ ഒരാൾക്ക് പുറത്തു തരാൻ സാധിക്കുമോ? എന്റെ റബ്ബേ, നിനക്ക് ഇഷ്ടമല്ലാത്ത ഒരു തെറ്റ് ഞാൻ ചെയ്തു പോയിട്ടുണ്ട് കേട്ടോ, സാരമില്ല. റബ്ബേ, ഞാൻ ആ തെറ്റ് വീണ്ടും ആവർത്തിച്ചു പോയിട്ടുണ്ട്, സാരമില്ലടാ, പോട്ടെ. റബ്ബേ, അതേ തെറ്റ് എന്റെ പക്കൽ നിന്ന് വീണ്ടും സംഭവിച്ചു പോയിട്ടുണ്ട്. ഞാൻ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് തെറ്റ് ചെയ്യുന്ന പ്രകൃതത്തിലായിക്കൊണ്ടാണ്. ഇനി ചെയ്യാതിരുന്നാൽ മതി, വിട്ടുകള, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെ 10 അല്ല, 10,000 എണ്ണമറ്റ തോതിൽ ഒരുളുപ്പും കൂടാതെ ആവർത്തിച്ചത് തന്നെ വീണ്ടും 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 ആവർത്തിച്ചു കഴിഞ്ഞും എന്റെ റബ്ബേ എന്ന് പറഞ്ഞ ഉയർത്തിയ കൈകളുണ്ടല്ലോ പ്രിയമുള്ളവരെ, ഒരു കാരണവശാലും തട്ടി താഴെയിടുകയില്ല റബ്ബ്. അതികാരുണ്യവാനായ നീതിമാനായിട്ടുള്ള ആ റബ്ബ് ഒരു കാരണവശാലും അത് കണ്ടില്ലെന്ന് നടിക്കുകയില്ല, തട്ടി താഴെയിടുകയില്ല. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. സ്വന്തത്തോട് തന്നെ അക്രമം കാണിച്ചിട്ടുള്ള അലാ അൻഫുസിഹിം, നിങ്ങൾ ഒരിക്കലും ആ റബ്ബിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിങ്ങൾ എന്ത് തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് വിട്ടു പുറത്ത് മാപ്പ് നൽകുമെന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, ആ കൈകൾ തട്ടി താഴെയിടുകയില്ല എന്ന് മാത്രമല്ല, മുൻപത്തേതിലും ഒരു പടി കൂടുതൽ ചേർത്ത് പിടിക്കട്ടെ റബ്ബ്. ഒരു സംശയവും വേണ്ട. ഒരു സമാനതകളില്ലാത്ത, പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത സ്നേഹത്തിനുടമയായിട്ടുള്ള, അൽ വദൂദായിട്ടുള്ള നമ്മുടെ സൃഷ്ടാവ്, ആ സമാനതകളില്ലാത്ത, ഓരോ വിശ്വാസിയും ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹം അത് നമ്മുടെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയാലോ? ഒരാൾക്ക് നമ്മോടുള്ള സ്നേഹം അത് നഷ്ടപ്പെട്ടു പോയി എന്നെങ്ങനെ തിരിച്ചറിയാം? ഇനി അയാൾക്ക് നമ്മോട് ക്ഷമിക്കാൻ സാധിക്കുകയില്ല എന്നറിയുമ്പോൾ അപ്പുറപ്പിക്കുക തീരുമാനമായി എന്നുള്ളത്. എങ്കിൽ തന്റെ റബ്ബിന് ഒരൊറ്റ സന്ദർഭത്തിൽ മാത്രമേ ഒരു വിശ്വാസിയോട് ക്ഷമിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്ന ഒറ്റ സന്ദർഭം മാത്രമേ ഉള്ളൂ.
ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അവനിൽ പങ്കു ചേർക്കുന്ന അവനൊരിക്കലും അവന്റെ അടിയാന്മാരിൽ സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും സാധിക്കാത്ത ഏക വൻപാപമായിട്ടുള്ള അവനിലെ പങ്കു ചേർക്കലിൽ മാത്രമാണ് അവന് പിന്നെ ഒരിക്കലും അവനെ പുറത്തു കൊടുക്കാൻ സാധിക്കുകയില്ല. ആ റബ്ബിന്റെ അതിമഹത്തായിട്ടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു നിമിഷം പ്രിയമുള്ളവരെ, ഏറ്റവും ഗൗരവത്തോടു കൂടി നാം ചിന്തിക്കേണ്ട ഒന്നാണ്. കേവലം മറ്റു വല്ല ആരാധ്യ വസ്തുക്കൾക്കും മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നത് മാത്രമാണ് ആ റബ്ബിൽ പങ്കു ചേർക്കുന്നത് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സൂറത്തു നംലിലെ 60 മുതൽ 65 വരെയുള്ള ആയത്തുകളിൽ റബ്ബിന്റെ ഓരോ സിഫത്തുകളും അവൻ എടുത്ത് പറഞ്ഞുകൊണ്ട് അതിന്റെ അവസാനം ആവർത്തിച്ച് ഗൗരവത്തോടു കൂടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്റെ ഈ ഏതെങ്കിലും ഗുണവിശേഷണങ്ങളിൽ അതിന്റെ ഒരു അംശത്തിലെങ്കിലും മറ്റു വല്ല ആൾക്കാർക്ക് ആർക്കെങ്കിലും പങ്കുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ കൂടെ മറ്റെത്ര ആരാധ്യന്മാരെയാണ് നിങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ളത് എന്ന് അവന്റെ ഗൗരവമേറിയിട്ടുള്ള ഒരു ചോദ്യം. മനുഷ്യൻ മനസ്സിലാക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അവന്റെ ജീവിതത്തിലുള്ള ഒരൊറ്റ ഇടപെടൽ ആ അള്ളാഹു അല്ലാത്ത അതാരുമാവട്ടെ, അത് മലക്കാവട്ടെ, ജിന്നാവട്ടെ, മരിച്ചുപോയ മഹാന്മാരാവട്ടെ, ബാവമാരാവട്ടെ, ബീവിമാരാവട്ടെ, കളം വരച്ച കോഴിമുട്ടയാവട്ടെ, ഏലസാവട്ടെ, ഉറുക്കാവട്ടെ, മനുഷ്യന്റെ ഏതെങ്കിലും കണ്ണോ നാക്കോ പോലുള്ള അവയവങ്ങളാവട്ടെ, അള്ളാഹു കൃത്യമായിട്ട് പറയാ ഒരൊറ്റ സിഫത്ത് ഇതിലാർക്കെങ്കിലും ഒരാൾക്ക് അല്ല അതിന്റെ ഏതെങ്കിലും ഒരു അംശം നിങ്ങൾ വകവെച്ച് കൊടുക്കുന്നതോടുകൂടി കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുക, അത് വസീലത്തു ശിർക്കെന്നോ മറ്റെന്തോ ഒന്നിനെ പേരിട്ടുകൊണ്ടും നിങ്ങൾ വിളിച്ചിട്ട് അതിന് യാതൊരുവിധ കാര്യവുമില്ല. അത് കൃത്യമായി അള്ളാഹുവിൽ മറ്റൊരു ഇലാഹിനെ പ്രതിഷ്ഠിക്കലാണ്. ആ ഒരു പ്രതിഷ്ഠിക്കലോടുകൂടി സമാനതകളില്ലാത്ത, അറ്റമില്ലാത്ത, കോരിച്ചൊഴിയുന്ന അവന്റെ അതിമഹത്തായ ആ ഒരു സ്നേഹം, ആ ഒരു നിമിഷം അത് അറ്റുപോവുകയാണ് എന്നുള്ളത് നാം അടിവരയിട്ടുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക. അവനെ അതിയായി സ്നേഹിക്കുന്ന അവന്റെ ആ ഒരു സ്നേഹം അത് അതേ രൂപത്തിൽ അത് ഇരു കൈകളും നീട്ടി ഒരു കളങ്കവുമില്ലാതെ സ്വീകരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ നാം ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതുണ്ട്. റബ്ബ് നാം ഓരോരുത്തരെയും അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വമൻ തബിഅഹും ബിഇഹ്സാനിഹിം ഇലാ യൗമിദ്ദീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസികും ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ യഥാവിധി മനസ്സിലാക്കി അവനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. മുസ്ലിം സമുദായത്തില് അത് കക്ഷികൾക്കും സംഘടനകൾക്കും കൂട്ടങ്ങൾക്കും ഒക്കെ അപ്പുറം അതീതമായിക്കൊണ്ട് വന്നുപോയിട്ടുള്ള വലിയൊരു വീഴ്ചയാണ് റബ്ബിനെ യഥാവിധി മനസ്സിലാക്കുന്നതിനും അവന്റെ സ്നേഹത്തിലൂടെ അവനെ പരിചയപ്പെടുത്തുന്നതിലും വലിയ വീഴ്ചയാണ് സംഭവിച്ചു പോയിട്ടുള്ളത്. അത് ഒരു കൂട്ടരെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല, മൊത്തത്തിൽ പ്രദേശങ്ങൾക്കപ്പുറം വന്നു പോയിട്ടുള്ള വലിയൊരു വീഴ്ചയാണ്. ഒരു വില്ലനായിക്കൊണ്ട് റബ്ബിനെ പരിചയപ്പെടുത്തുന്ന ഒരു രീതി. മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്ന് വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ നരകത്തിലിട്ട് ചുട്ടെരിക്കുന്ന സൃഷ്ടാവ് അല്ലെ? ഒരു മുടിനാര് മുന്നിലോട്ട് തൂങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ തല മുഴുവനും വിറക് കൊള്ളികളാക്കിക്കൊണ്ട് നരകത്തിൽ ചുട്ടെരിക്കുന്ന അതിക്രൂരനായ റബ്ബ്. പള്ളിയിൽ ജമാഅത്തിന് കൃത്യസമയത്ത് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 10 തലമൂർച്ചയുള്ള പാമ്പുകളെ കൊണ്ട് ആവർത്തിച്ച് കടിപ്പിച്ച് കൊല്ലുന്ന ഈ രൂപത്തിലൊക്കെയാണ് പലപ്പോഴും മുൻ തലമുറകളിൽ നിന്ന് നമുക്കും അടുത്ത തലമുറകളിലോട്ട് നമ്മളും കൈമാറിക്കൊണ്ടേയിരിക്കുന്നത്. യഥാർത്ഥത്തില് റബ്ബിന്റെ ആ ഒരു സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മുന്നിൽ എവിടെയാണ് അതിന്റെ വെയിറ്റേജ് അവന്റെ ശിക്ഷയുടെ വരുന്നത് എന്ന്
ഖുർആനിലോട്ട് യഥാർത്ഥത്തിൽ ഇറങ്ങാത്തതിന്റെ ഒരു പോരായ്മയാണ് നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിലുള്ളത്. പലപ്പോഴും ക്രിസ്തീയ പുരോഹിതന്മാരും പാസ്റ്റർമാരും ഒക്കെ അവർ കർത്താവിനോടുള്ള സ്നേഹം ഇങ്ങനെ പറഞ്ഞു ഓതിക്കൊടുക്കുന്ന ഒരു സമയത്ത് പലപ്പോഴും അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിൽ, അസ്തിത്വം മനസ്സിലാക്കുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു സംശയത്തിനും പഴുതില്ലാതെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമെന്നുണ്ടെങ്കിലും ഖുർആനിലെ ഈ ഭാഗങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അവരാണോ ഇറങ്ങിച്ചെന്ന് കൂടുതൽ യഥാർത്ഥ രൂപത്തിൽ വായിക്കുകയും മനസ്സിലാക്കുകയും പറഞ്ഞു കൊടുക്കുകയും എന്നുള്ളത് തോന്നിപ്പോവാറുണ്ട്. യഥാർത്ഥ രൂപത്തില് ആ റബ്ബിനോടുള്ള അടുപ്പത്തിലൂടെ വേണം അവനോടുള്ള ആരാധനാ കർമ്മങ്ങളും അവനോടുള്ള എല്ലാ സമീപനങ്ങളും ചേർത്തി വെക്കാൻ വേണ്ടിയിട്ട്. ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാവും പ്രിയമുള്ളവരെ. വ്യത്യാസങ്ങൾ, അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. അവനോടുള്ള ആ ഒരു ഇഷ്ടം, ആ ഒരു ഹുബ്ബ്, അശദ്ദ ഹുബ്ബൻ ലില്ലാഹ്, അത് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആ ഒരു സമയത്ത്, ദുൽഹിജ്ജ മാസത്തിന്റെ അവസാന ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഹിജറ മാസത്തിന്റെ, ഹിജറ വർഷത്തിന്റെ പുതുവത്സരം നമ്മുടെ തൊട്ട മുന്നിൽ ഇങ്ങനെ നിൽക്കുക. ഒരുപാട് ന്യൂ ഇയർ റെസൊല്യൂഷനുകളൊക്കെ ഇപ്പോഴല്ലെങ്കിലും മുൻപെപ്പോഴെങ്കിലും ഒക്കെ ആയിട്ടെങ്കിലും പലപ്പോഴും ഒക്കെ എടുത്തു പോയിട്ടുള്ളവരാവും നമ്മളിൽ പലരും. ശരിക്കും ഈ റെസൊല്യൂഷൻ എന്നൊക്കെ പറയുന്ന ഒരു കാര്യം നല്ല ഇസ്ലാമികപരമായിട്ടുള്ള ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ നിരുത്സാഹപ്പെടുത്തേണ്ട ഒന്നല്ല. തന്റെ റബ്ബിനെ മനസ്സിലാക്കിയതിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവനോടുള്ള ഒരു ഹുബ്ബ് യഥാർത്ഥ രൂപത്തിലല്ല ഉണ്ടായിട്ടുള്ളത്, ആ രൂപത്തിലല്ല ഞാൻ പരിചയപ്പെടുത്തിയതും എന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഈ ഒരു വർഷം അത് ആ ഒരു വ്യത്യാസം എന്നിൽ ഉണ്ടാവാനും അതിന്റെ ചുറ്റുമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരിലും അതുണ്ടാക്കിയെടുക്കാനുമുള്ള ശ്രമങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവും എന്നുള്ള നല്ലൊരു റെസൊല്യൂഷൻ നമുക്ക് ഓരോരുത്തർക്കും എടുക്കാൻ സാധിക്കും. അള്ളാഹുവിനോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ ഭാഗം തന്നെയാണ് അവന് വേണ്ടിയിട്ടുള്ള ചിലവഴിക്കലുകൾ. അത് അവന്റെ പള്ളികൾക്ക് വേണ്ടി കൂടി ആവുന്ന സമയത്ത് അത് അതിമഹത്തരമായിരിക്കും. അസ്വദഖത്തു ബുർഹാൻ, സ്വതക്ക എന്ന് പറഞ്ഞത് തെളിവാണ് എന്ന് പറയുന്ന ആ ഒരു സമയത്ത് അവന് വേണ്ടിയിട്ട്, അവന് വേണ്ടി സ്ഥാപിച്ച പള്ളികൾക്ക് വേണ്ടി, അതും അവനെയല്ലാതെ, അവന്റെ ഏകത്വത്തല്ലാതെ, അതിൽ ഒരു കളങ്കവുമില്ലാതെ നിരുപാധികം അചഞ്ചലമായി കൊണ്ട് പരിചയപ്പെടുത്തുന്ന സ്ഥാപനങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് അവനോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയായിരിക്കും അവന്റെ പക്കല്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ, ഈ ഒരു പള്ളിയുടെ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും അതിന്റെ വളർച്ചയ്ക്കും വേണ്ടിയിട്ടുള്ള എല്ലാ രൂപത്തിലുള്ള അതിന്റെ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള കളക്ഷനാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് അവിടെ നടക്കുന്നത്. നിങ്ങൾ ഇറങ്ങുന്ന സ്ഥലത്ത് പുറത്ത് ബക്കറ്റുകളിൽ അതിന്റെ പിരിവുണ്ടാവും. എല്ലാവർക്കും പറ്റുന്ന രൂപത്തിൽ അവരെ കൊണ്ട് സാധിക്കും. ഓരോരുത്തർക്ക് സാധിക്കുന്നത് എല്ലാവരും സമാനമായിട്ട് ഒരുമിച്ച് വെക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അവരവർക്ക് തന്റെ റബ്ബ് മാത്രം അറിയുന്ന രൂപത്തിൽ എങ്ങനെയാണോ എനിക്ക് എൻ്റെ റബ്ബിനോടുള്ള സ്നേഹം അവനെ സഹായിച്ചുകൊണ്ട് നിർവഹിക്കാൻ സാധിക്കുന്നത്, ആ രൂപത്തിൽ എല്ലാവരുടെ കയ്യിൽ നിന്നും ഇടപെടലുകൾ ഉണ്ടാവാനുള്ള ശ്രമം കൂടി നടത്തുക. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന മുതിർന്ന നമ്മുടെ ഒരു സഹപ്രവർത്തകൻ, സഹോദരൻ, തീരെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇന്ന് പള്ളിയിൽ പോലും വരാൻ സാധിക്കാതെ അദ്ദേഹം വീട്ടില് കിടപ്പിലല്ല, പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അള്ളാഹുവിന് വേണ്ടി നാം സ്നേഹിക്കുന്ന നമ്മുടെ ഓരോ ആദർശ സഹോദരങ്ങൾക്കും വേണ്ടി നാം നമ്മുടെ ശരീരത്തിലെ ഒരു ബുദ്ധിമുട്ട് പോലെ അതിലും കൂടുതലായിട്ടാവും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ നമുക്ക് അനുഭവപ്പെടും. ആത്മാർത്ഥമായിക്കൊണ്ട് റബ്ബിനോട് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ രോഗശമനത്തിന് വേണ്ടിയിട്ട്, ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. റബ്ബ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, കഷ്ടതകൾ അനുഭവിക്കുന്നവർ എല്ലാവർക്കും റബ്ബ് സമാധാനം നൽകി ഏറ്റവും വലിയ ആശ്വാസം നൽകുമാറാവട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബ് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിന് അവന്റെ അടിയാന്മാരിൽ ഒരിക്കലും സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും സാധിക്കാത്ത ഷിർക്ക് എന്ന വൻപാമ്പത്തിന്റെ ലാഞ്ചനയിൽ നിന്ന് പോലും റബ്ബ് നാം ഓരോരുത്തരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ ഗുരുനാഥന്മാർ, റബ്ബ് എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും ഏകി നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ലോകത്ത്
വിവിധ ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവർ, അക്രമങ്ങൾ അനുഭവിക്കുന്നവർ, അനീതികൾ നേരിടുന്നവർ, എല്ലാ വിശ്വാസി സമൂഹങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും റബ്ബന്റെ വിശാലമായ സ്വബർ അവരുടെ മേൽ വർഷിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.